എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രാജസൂയത്തിന് ശേഷം ദുര്യോധനന് യുധിഷ്ഠിര മഹാരാജാവിനോടും പാണ്ഡവന്മാരോട് പ്രത്യേകിച്ചും വന്നു ചേർന്ന അസഹ്യമായ വിദ്വേഷം, അദ്ദേഹത്തിനുണ്ടായ മനസ്സിൻ്റെ ഒരു അസൂയ കൊണ്ടുണ്ടായ വൈവശ്യം, അത് ശകുനിയോട് പങ്കുവയ്ക്കുന്നു, അമ്മാവനോട് പങ്കുവയ്ക്കുന്നു. അതേസമയം അദ്ദേഹത്തിന് ആ സഭയിൽ വെച്ചുണ്ടായ സ്ഥലജല ഭ്രാന്തി, സ്ഥലവും ജലവും തമ്മിലുണ്ടായ ആ ഒരു ഭ്രാന്തി, അത് ഒരു അപമാനമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അതിൽ കവിഞ്ഞാണ് അദ്ദേഹത്തിന് പാണ്ഡവന്മാരുടെ ഉത്കർഷം കണ്ടിട്ടുണ്ടായ അസൂയയും അതുപോലെ ദ്വേഷവും. അതാണ് ശകുനിയോട് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്, അതെങ്ങനെയും എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്കാണെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. ഇതാണ് ദുര്യോധനൻ്റെ ദുഃഖം. ഈ ദുഃഖം അകറ്റാൻ വേണ്ടി ശകുനി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു, ആശ്വാസവാക്കുകൾ പറയുന്നു. എന്നിട്ട് ശകുനി പറഞ്ഞു, നീ ഒറ്റയ്ക്കാണ്, നിനക്ക് സഹായികളില്ല എന്ന് പറയുന്നു. പക്ഷെ അത് ശരിയല്ല. ഒന്നാമത് നിൻ്റെ സഹോദരന്മാരെല്ലാവരും നിനക്ക് സഹായം നൽകുന്നവരാണ്. കൂടാതെ ഞാനുണ്ട്, എൻ്റെ സഹോദരന്മാരുണ്ട്, സൗമദത്തി രാജാവുണ്ട്, ദ്രോണപുത്രനും നിനക്ക് സഹായികളായിട്ടുണ്ട്. സൂതപുത്രനായ കർണൻ നിൻ്റെ സന്തത സഹചാരിയാണ്. ശകുനിയും കർണനെ സൂതപുത്രൻ എന്നാണ് പറയുന്നത്. അതുപോലെ ശാരദൂതനായ കൃപാചാര്യരുണ്ട്. ഈ വില്ലാളി വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളെ കൊണ്ട് നിനക്ക് ഈ ലോകം ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഒറ്റയ്ക്കാണെന്ന് പറയേണ്ടതില്ല. ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, ഇവരെയൊക്കെ കൊണ്ട് എനിക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കുമെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പാണ്ഡവന്മാരെ ജയിച്ച് അവരുടെ ആ ധനവും ദിവ്യമായ ആ സഭയും നമുക്ക് സ്വന്തമാക്കണം. അത് കിട്ട ശകുനി പറഞ്ഞു, മോനെ, പാണ്ഡവന്മാരെ അങ്ങനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. ദേവന്മാർക്ക് പോലും അവരെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. പോരാത്തതിന് അവർക്ക് പാഞ്ചാല രാജാവും ശ്രീകൃഷ്ണ ഭഗവാനും സഹായികളായിട്ടുണ്ട്. പക്ഷെ അവരോട് യുദ്ധം ചെയ്യാതെ, അവരെ യുദ്ധത്തിൽ ജയിക്കാതെ തന്നെ അവരുടെ ആ ഐശ്വര്യത്തെ സ്വന്തമാക്കാനുള്ള ഒരു പോംവഴി എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ദുര്യോധനന് വളരെ സന്തോഷമായി. അമ്മാവ, എന്താണ് ആ വഴി? സ്വന്തക്കാർക്ക് ദോഷം വരാത്ത രീതിയിൽ എങ്ങനെയാണ് പാണ്ഡവന്മാരെ ജയിക്കാൻ സാധിക്കുക? അങ്ങ് പറഞ്ഞു തരൂ. ശകുനി തൻ്റെ മനസ്സിലുള്ള ഉപായം അവിടെ വെളിപ്പെടുത്തുന്നു. ദ്യൂതപ്രിയശ്ച കൗന്ദേയോ ന സ ജാനാതി ദേവിതും സമാഹൂതശ്ച രാജേന്ദ്രോ ന ശക്ഷ്യതി നിവർത്തിതും. യുധിഷ്ഠിര മഹാരാജാവ് ദ്യൂതപ്രിയനാണ്. ചൂതുകളിയോട് അദ്ദേഹത്തിന് ചെറിയൊരു കമ്പമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ചൂത് കളിക്കാൻ അറിയാനും പാടില്ല. അതുകൊണ്ട് ചൂത് കളിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വരാതിരിക്കുകയില്ല. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഉപായം. അങ്ങനെ ചൂതുകളിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാം. എങ്ങനെ? ചൂതുകളിയിൽ എന്നെ വെല്ലാൻ 3 ലോകത്തിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് നീ അദ്ദേഹത്തെ ചൂത് കളിക്കാൻ വേണ്ടി വിളിക്കുക. ചൂതുകളിയിൽ ഞാൻ അവരുടെ രാജ്യവും ഐശ്വര്യവും ദിവ്യസഭയും ഒക്കെ തന്നെ നിനക്ക് വശംഗതമാക്കി തന്നുകൊള്ളാം. നീ ഒരു കാര്യം ചെയ്താൽ മതി, രാജാവായ ധൃതരാഷ്ട്രരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തു കൊള്ളാം. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് ആലോചിച്ച് ഉറപ്പിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ശകുനി തന്നെ അതിനുള്ള ഒരു മുഖവുര തയ്യാറാക്കി വെക്കുകയാണ്. ശകുനി ധൃതരാഷ്ട്രരോട് പറയുകയാണ്, രാജാവേ, അങ്ങയുടെ മൂത്ത മകനായ ദുര്യോധനൻ്റെ ദുഃഖം മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങയുടെ ഈ മൂത്ത മകൻ വിഷാദമഗ്നായിട്ട് നടക്കുന്നു. ദുഃഖം കൊണ്ട് മുഖം വാടിക്കരിഞ്ഞ് മെലിഞ്ഞുണങ്ങി വിവർണനായിട്ട് അദ്ദേഹത്തിൻ്റെ നിറമൊക്കെ മങ്ങിപ്പോയിരിക്കുന്നു. അങ്ങ് പക്ഷേ സ്വന്തം മകൻ്റെ കാര്യം അന്വേഷിക്കുന്നേ ഇല്ല. ഇത് കേട്ട് ദുഃഖത്തോടെ ധൃതരാഷ്ട്രോട് ചോദിക്കുകയാണ്. ധൃതരാഷ്ട്രൻ ദുര്യോധനോട് ചോദിക്കുകയാണ്, മോനെ ദുര്യോധന, നിനക്ക് എന്ത് പറ്റി? നിനക്ക് ഈ കൊട്ടാരത്തിൽ സുഭിക്ഷമായ നല്ല ഭക്ഷണം കിട്ടാനുണ്ട്. നീ അതൊക്കെ വേണ്ട പോലെ കഴിക്കുന്നില്ലേ? കൊട്ടാരത്തിൽ നിനക്ക് എന്തിനാണൊരു കുറവുള്ളത്? എല്ലാ സുഖവും നിനക്ക് ലഭിക്കുന്നുണ്ട്. രാജ്യാധികാരമുണ്ട്, മനോഹരമായ കൊട്ടാരമുണ്ട്, ശയ്യകളുണ്ട്, മറ്റ് ക്രീഡാഗ്രഹങ്ങളുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ സുഖവും ഈ രാജ്യത്തിൻ്റെ സുഖഭോഗങ്ങളൊക്കെ നീ യഥേഷ്ടം അനുഭവിച്ചുകൊള്ളൂ. ഒന്നിലും നിനക്കൊരു കുറവും വരില്ല. അത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, അതൊന്നുമല്ല കാര്യം. എനിക്ക് എൻ്റെ ശത്രുക്കളുടെ അഭിവൃദ്ധി കണ്ടിട്ട് എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും? ലോകത്തുള്ള സകല രാജാക്കന്മാരും യുധിഷ്ഠിരൻ്റെ മുന്നിൽ വൈശ്യന്മാരെ പോലെയാണ് നിധി കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതായത് ധനം, അളവറ്റ ധനം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തേര്, കുതിര, ആന മുതലായിട്ടുള്ള ഉപഹാരങ്ങൾ, പലതരത്തിലുള്ള കമ്പിളികൾ, വസ്ത്രജാലങ്ങൾ, ഇതൊക്കെ തന്നെ വൈശ്യന്മാർ സമർപ്പിക്കുന്നത് പോലെ രാജാവിന് വന്ന് സമർപ്പിക്കുകയാണ്.
അങ്ങനെ ഇതെല്ലാം നേടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ ആ ജ്വലനം കണ്ടിട്ടാണ് എൻ്റെ നിറം മങ്ങിപ്പോയത്. സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിത്യേന 8800 സ്നാതകന്മാർ, ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ബ്രാഹ്മണരായിട്ടുള്ള, ബ്രഹ്മചര്യം വിട്ട് ഗൃഹസ്ഥനായിട്ടുമില്ല അങ്ങനെയുള്ള ആളുകളെയാണ് സ്നാതകന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 8800 സ്നാതകന്മാർ നിത്യേന അവിടെ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്നു. ആ ഓരോ സ്നാതകനും 30 വീതം ദാസിമാരെ യുധിഷ്ഠിരൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്, പരിചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ 10,000-ൽ പരം ബ്രാഹ്മണർ, യതികളായ ബ്രാഹ്മണർ അവിടെ സ്വർണ്ണപാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് മനസ്സമാധാനമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനൻ ധൃതരാഷ്ട്രരെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ശകുനി പറഞ്ഞു, അല്ലയോ സത്യപരാക്രമനായ രാജാവേ, പാണ്ഡവന്മാരുടെ ഈ ഐശ്വര്യവും ഐശ്വര്യലക്ഷ്മിയെ നമുക്ക് നേടാൻ എൻ്റെ ഉള്ളിൽ ഒരു പോംവഴിയുണ്ട്. എന്താണത്? ദ്യൂതപ്രിയശ്ച കൗന്ദേയോ നച ജാനാതി ദേവിതും, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആഹൂതശ്ചൈഷതിവ്യക്തം ദ്യൂതാദപി രണാദപി. യുധിഷ്ഠിര മഹാരാജാവ് ചൂതുകളി ഭ്രമമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ അറിയില്ല. പക്ഷേ വിളിച്ചാൽ അദ്ദേഹം വരാതിരിക്കുകയും ചെയ്യില്ല. ചൂത് കളിക്കാനും യുദ്ധം ചെയ്യാനും വിളിച്ചാൽ അദ്ദേഹം വരാതിരിക്കുകയില്ല. അത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമാണ്. ചൂതുകളിയും മറ്റൊരു തരത്തിലുള്ള യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ചൂത് കളിക്കാൻ വിളിച്ചിട്ട് വരാതിരിക്കുക എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു പോരായ്മയായിട്ട്, ഭീരുത്വമായിട്ട്, ഒരു യോഗ്യത കുറഞ്ഞതായിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. യുദ്ധം സ്വാഭാവികമായിട്ടും ക്ഷത്രിയന്മാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഈ രണ്ട് കാര്യത്തിനും വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി അദ്ദേഹം സ്വീകരിച്ച് വരാതിരിക്കുകയില്ല. എന്നാൽ ചൂത് കളിച്ചാൽ ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്നാണെങ്കിൽ, ചൂതുകളി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ജയം വരാം, ഊഹാപോഹങ്ങളൊക്കെ അതിൽ നടക്കും. പല രീതിയിൽ വളരെ സൂത്രബുദ്ധിയോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കുടലതന്ത്രങ്ങൾ ഉപയോഗിച്ച് കളിക്കേണ്ട കളിയാണ് ചൂതുകളി എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള കളിയല്ല. പക്ഷേ രാജാക്കന്മാർ അവരുടെ കൊട്ടാരങ്ങളിൽ മനോവിനോദമായിട്ട് ധാരാളം ചൂത് കളിക്കാറുണ്ട്. ചൂതുകളി എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് നിഷിദ്ധമല്ല. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ചൂതുകളിയെ രാജാക്കന്മാർക്ക് സപ്തവ്യസനങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യസനം എന്ന് പറഞ്ഞുകൊണ്ട് അത് അധർമ്മമാകുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൂതുകളി ഒരു അതിരുവിട്ട് കളി ആകുമ്പോൾ അതിൽ മനസ്സ് അതിലുടക്കി നിൽക്കുകയും മനസ്സ് അതിൽ തന്നെ ഭ്രമിച്ചിട്ട് അതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആളുകൾക്ക് മൊബൈൽ ഫോൺ നോക്കിയിട്ട് അതിൽ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ വല്ലാതെ മനസ്സ് അതിൽ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്തതുപോലെ മനുഷ്യ മനസ്സിനെ ഹഠാതായിട്ട് ആകർഷിക്കുന്ന ഒരു ആകർഷണം അത് ചൂതുകളിക്കുള്ളത് കൊണ്ടാണ് ചൂതുകളി വ്യസനമുണ്ടാക്കും. രാജാക്കന്മാർ രാജ്യഭരണത്തിൽ ശ്രദ്ധയില്ലാതെയായിട്ട് അവരുടെ ജീവിതത്തെ അത് കാർന്നു തിന്നാനിടയുണ്ട്. അതുപോലെ നായാട്ട്, സ്ത്രീസേവ, മദ്യസേവ, വാക്പാരുഷ്യം, ദണ്ഡപാരുഷ്യം, അർത്ഥദൂഷണം മുതലായിട്ടുള്ള ദോഷങ്ങളൊക്കെ രാജാക്കന്മാരെ ബാധിക്കാറുണ്ട്. ഇതൊന്നും രാജാവിന് ഉപേക്ഷിക്കാൻ സാധ്യവുമല്ല. സ്ത്രീസേവയും മദ്യസേവയൊക്കെ ഉപേക്ഷിക്കാം, പക്ഷേ നായാട്ട് പലപ്പോഴും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ ചൂതുകളി ഉപേക്ഷിക്കാൻ പറ്റില്ല. ദണ്ഡനീതി വേണ്ട പോലെ പുറത്തേക്കാതെ തരമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. വാക്പാരുഷ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വ്യസനം വേറെ, അധർമ്മം വേറെ. ചൂതുകളിയെക്കുറിച്ച് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ദ്യൂതം ചലയതാമസ്മി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ കബളിപ്പിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും. എല്ലാ കളികളിലും ഈ കബളിപ്പിക്കലുണ്ട്. ഫുട്ബോളിലായാലുണ്ട്, ചതുരംഗത്തിലുണ്ട്, മറ്റെല്ലാ കളികളിലും പരസ്പരം ഈ കബളിപ്പിച്ചുകൊണ്ട് ജയിക്കാൻ ഉള്ള ശ്രമമാണ്. അതാണ് കളി. അങ്ങനെയുള്ള ചതിക്കുന്ന വിദ്യകളിൽ ഞാൻ ചൂതുകളിയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അതായത് വിഭൂതി യോഗത്തിൽ ആ ചൂതുകളിയിൽ എൻ്റെ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ചൂതുകളി നിഷിദ്ധമായ ഒരു ആചാരമല്ല, പക്ഷേ അതിൽ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അബദ്ധമാകും എന്ന് മാത്രമേ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുള്ളൂ. ഏതായാലും ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഈ ഒരു ദൗർബല്യത്തെയാണ് മുതലെടുത്തുകൊണ്ട് അതും എങ്ങനെ ചൂത് കളിക്കും? നിയതം തം വിജേഷ്യാമി കൃത്വാതു കപടം വിഭോ ആനയാമി സമൃദ്ധിം താം ദിവ്യാം ചോപാഹ്വയസ്വതം. അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ സമൃദ്ധിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആ കളിയിൽ കാപ്പാട്ടം ഞാൻ ആചരിക്കും. ഇതാണ് ശകുനി പറയുന്നത്. കാപ്പട്ടമായ കളി കളിക്കുന്നതാണ് ഏറ്റവും അപകടം. അതിലാണ് അധർമ്മം കൂടിയിരിക്കുന്നത്. ധൃതരാഷ്ട്രർ ഇത് കേട്ടിട്ട് പറഞ്ഞു, എൻ്റെ അനുജനായ വിതുരരോട് ചോദിക്കാതെ ഒന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ധർമ്മജ്ഞനാണ്. ധർമ്മം നോക്കിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി തീരുമാനമെടുത്ത് ഉപദേശിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് ദുര്യോധന ഇഷ്ടമായില്ല. ദുര്യോധനൻ പറഞ്ഞു, വിതുരർ എപ്പോഴും പാണ്ഡവപക്ഷം പറയുന്ന ആളാണ്.
അദ്ദേഹം അങ്ങയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ പിന്തിരിയേണ്ടി വന്നാൽ ഞാൻ മരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മരിക്കും. ഏത് രീതിയിൽ ഞാൻ ജീവൻ കൊടുക്കും. പിന്നീട് അങ്ങക്ക് വിതുരനും അങ്ങയ്ക്കുമൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. ദുര്യോധനനില്ലാതെ അങ്ങക്ക് അനുജനോടൊപ്പം സുഖമായി കഴിയാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞാണ് ധൃതരാഷ്ട്ര രാജാവിനെ ദുര്യോധനൻ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അവിടെ നടക്കുന്ന ഈ സംവാദത്തെക്കുറിച്ച് ജനമേജയ മഹാരാജാവ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ചൂതുകളിലേക്ക് നയിക്കുന്ന ഒരു സംഭാഷണം എന്താണ് അവിടെ ആ രീതിയിൽ ധൃതരാഷ്ട്രയുടെ മനസ്സ് മാറ്റുന്ന സംഭാഷണങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അതിന് വൈശമ്പായനൻ വിശദമായിട്ട് ഉത്തരം പറയുകയാണ്. അവിടെ വിതുരരുമായിട്ട് കൂടിയാലോചന ചെയ്ത ശേഷവും ഒരു സംഭാഷണമുണ്ടായി. ധൃതരാഷ്ട്ര മഹാരാജാവ് മകനോട് പറഞ്ഞു, മോനെ, മഹാബുദ്ധിമാനായ വിതുരർ ഈ ചൂതുകളി അംഗീകരിക്കുന്നില്ല. വിതുരർ പറയുന്നത് എപ്പോഴും നമുക്ക് ഹിതകരമായിരിക്കും. അദ്ദേഹത്തെ ഉപദേശം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം എന്താ, വൃഷ്ണികൾക്ക് ഉദ്ധവർ എങ്ങനെയാണോ പ്രധാനിയായിട്ടുള്ളത്, അവരുടെ ഉപദേഷ്ടാവായിട്ട് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഉദ്ധവരാണ് വൃഷ്ണിവംശികൾക്ക് ഏറ്റവും നല്ല ഉപദേഷ്ടാവ്. അതുപോലെ കുരുക്കൾക്ക് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള പ്രവരനായിട്ടുള്ള ഉപദേഷ്ടാവ് നമ്മുടെ ഈ വിതുരരാണ്. അദ്ദേഹം പറയുന്നതേ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അപ്പോൾ വൃഷ്ണികളിൽ ഉദ്ധവരെ പോലെ കുരുക്കൾക്ക് വിതുരർ എന്നുള്ള ഒരു സമവാക്യം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അനുസരിക്കുന്നതാണ് നല്ലത്. നിനക്കിവിടെ ഒരു കുറവുമില്ല. എല്ലാ സുഖവും അധികാരവും ഒക്കെ തന്നെ നിനക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ദുര്യോധനൻ്റെ മനസ്സിളകിയില്ല. അദ്ദേഹം യുധിഷ്ഠിരൻ്റെ മഹത്തായ ഐശ്വര്യത്തെ വർണ്ണിക്കുകയാണ്. ആ ഐശ്വര്യത്തെ വളരെ നീണ്ട വർണ്ണനകൾക്ക് ചെയ്ത് കൽപ്പിച്ച ശേഷം പറഞ്ഞു, അച്ഛാ, ഇതൊന്നുമല്ല, ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ സഭയിൽ ചെന്നിട്ട് ഞാൻ അവിടെ വെള്ളത്തിൽ വീണു. അബദ്ധത്തിൽ പറ്റിയതാണ്. എൻ്റെ വസ്ത്രമൊക്കെ നനഞ്ഞു. പിന്നെ അവിടുന്ന് കരകയറി നടക്കുന്ന സമയത്ത് എൻ്റെ തല ഭിത്തിയിൽ ഇടിച്ചു. നോക്കൂ എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റി. ആ സമയത്ത് അവിടെ അവരെന്ത് ചെയ്തു? തത്ര മാം പ്രാഹസത് കൃഷ്ണ പാർത്ഥേന സഹ സുസ്വരം ദ്രൗപദീജ സഹ സ്ത്രീഭിർവ്യഥയന്തി മനോമമ. ഞാൻ അങ്ങനെ വെള്ളത്തിൽ വീഴുന്നതും തല ചുമലിടിക്കുന്നതും കണ്ടിട്ട് അർജുനനോടൊപ്പം ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ ഉറക്കെ ചിരിച്ചു. വാസ്തവത്തിൽ ഇതൊരു സത്യവിരുദ്ധമായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഈ സഭാപ്രവേശം നടക്കുന്ന സന്ദർഭത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം യാഗം കഴിഞ്ഞ ഉടനെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്ന് അർജുനനോടൊപ്പം ഞാൻ വീഴുന്നത് കണ്ട് ഉറക്കെ ചിരിച്ചു. ദ്രൗപദിയും മറ്റ് സ്ത്രീകളോടൊപ്പം എന്നെ കളിയാക്കി ചിരിച്ചു. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വ്യാകുലമാക്കുന്നു. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രയുടെ മനസ്സിനെ കളങ്കിതമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ദുര്യോധനൻ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് കിങ്കരന്മാർ എനിക്ക് മാറ്റാൻ വേണ്ടി വസ്ത്രം കൊണ്ടു തന്നു. നകുലനും സഹദേവനും വന്ന് എൻ്റെ കൈ പിടിച്ച് നടത്തിപ്പിച്ചു. രാജാവേ, ഇതുവഴിയാണ് പോകേണ്ടത്, ഇവിടെ വാതിലില്ല, ഇവിടെയാണ് വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭീമസേനൻ എന്നെ ധൃതരാഷ്ട്രാത്മജ, ധൃതരാഷ്ട്രപുത്ര, ഈ വഴിക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അത് അദ്ദേഹം എന്തുദ്ദേശിച്ച് പറഞ്ഞതാണ്? ധൃതരാഷ്ട്രരെ കണ്ണ് കാണാത്ത ആളാണ്. കണ്ണ് കാണാത്ത ആളിൻ്റെ മകനും കണ്ണ് കാണാത്ത ഒരു കുരുടനാണ്, അന്ധനാണ് എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അന്ധത്വം കൂടി പറഞ്ഞിട്ടാണ് ഭീമൻ ഉറക്കെ പൊട്ടിച്ചിരിച്ച് കളിയാക്കി ചിരിച്ചത് എന്നുകൂടി അല്പം മസാല ചേർത്തിട്ട് ദുര്യോധനൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ധൃതരാഷ്ട്രരെ പ്രകോപിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ അന്ധത്വം പോലും ഇവിടെ കളിയാക്കാനുള്ള ഒരു വസ്തുവായി മാറി എന്നാണ് അവിടെ ഉണർത്തിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ശേഷം വീണ്ടും ദുര്യോധനൻ യുധിഷ്ഠിരൻ ലഭിച്ചതായ മഹത്തായ ഐശ്വര്യത്തെ, ധനസഞ്ചയത്തെക്കുറിച്ച്, ഓരോ രാജാവും അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനങ്ങളുടെ അളവ്, അതിൻ്റെ സ്വഭാവം, ഇതൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഒരു 2 അധ്യായങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു. അതിനിടയിൽ പറയുന്നു, സാക്ഷാ ശ്രീകൃഷ്ണനും ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും പാണ്ഡവന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. വാസുദേവോപി വാർഷ്ണേയോ മാനം കുർവൻ കിരീടിന അതദാത് ഗജമുഖ്യാനം സഹസ്രാണി ചതുർദശ. ശ്രീകൃഷ്ണൻ വാസുദേവൻ അർജുനനോടുള്ള തൻ്റെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതികുറ്റന്മാരായിട്ടുള്ള 14,000 ആനകളെയാണ് ഉപഹാരമായിട്ട് കൊടുത്തത്. എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം? അർജുനനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രീതിയാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ആത്മാഹി കൃഷ്ണ പാർത്ഥസ്യ കൃഷ്ണസ്യാത്മാ ധനഞ്ജയ. കൃഷ്ണൻ്റെ ആത്മാവാണ് അർജുനൻ, അർജുനൻ്റെ ആത്മാവാണ് ശ്രീകൃഷ്ണൻ. ഇങ്ങനെ പരസ്പരം ആത്മബന്ധമാണ് അവർ തമ്മിലുള്ളത്. അതും എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. യദ്ബ്രൂയാദർജുന കൃഷ്ണം സർവം കുര്യാദ് അസംശയം
കൃഷ്ണോ ധനഞ്ജയസ്യാർത്ഥേ സ്വർഗലോകമപിത്യജേൽ. അർജുനൻ കൃഷ്ണനോട് ഏതേത് കാര്യമാണോ പറയുന്നത് അതൊക്കെ തന്നെ ഒരു സംശയവുമില്ലാതെ കൃഷ്ണൻ അത് സാധിപ്പിച്ചു കൊടുക്കും. അർജുനന് വേണ്ടി ശ്രീകൃഷ്ണൻ സ്വർഗലോകം പോലും ഉപേക്ഷിക്കും. അത്രയധികം ത്യാഗബുദ്ധി കൃഷ്ണൻ്റെ ഉള്ളിലുണ്ട്. അർജുനനോ തിരിച്ചും അങ്ങനെ തന്നെയാണ്. തഥൈവ പാർത്ഥ കൃഷ്ണാർത്ഥേ പ്രാണാനപി പരിത്യജേൽ. ശ്രീകൃഷ്ണന് വേണ്ടി അർജുനൻ തൻ്റെ പ്രാണനെ പോലും ഉപേക്ഷിക്കും. ഇങ്ങനെയുള്ള ഒരു ആത്മബന്ധം കൃഷ്ണനുമായിട്ട് അർജുനന് ഉണ്ടായി വളർന്നു വരുന്നത് കണ്ടിട്ടും എൻ്റെ മനസ്സ് നിരന്തരമായി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ യുധിഷ്ഠിര മഹാരാജാവിന് നികുതി കൊടുക്കാത്തവരായിട്ട്, കരം കൊടുക്കാത്തവരായിട്ട് ലോകത്തിൽ ഒരു രാജവംശവുമില്ല. പക്ഷേ രണ്ട് രാജവംശങ്ങൾ അദ്ദേഹത്തിന് നികുതി കൊടുക്കാറില്ല. അതാരാണ്? ബന്ധുത്വം കൊണ്ട് പാഞ്ചാലന്മാരും സഖ്യം കൊണ്ട് സൗഹൃദം കൊണ്ട് അന്ധകവൃഷ്ണിമാർ, അതായത് യാദവന്മാർ, മൈത്രീഭാവം കൊണ്ട് യാദവന്മാരും അതുപോലെ ബന്ധുത്വം കൊണ്ട് പാഞ്ചാല വംശവും ഒഴിച്ച് ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിരനെ കീഴടങ്ങിയിട്ട് അദ്ദേഹത്തിന് ഉപഹാരങ്ങളും കപ്പവും നികുതിയും കൊടുത്തുകൊണ്ട് ധനസമർപ്പണം ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? സ്വർണ്ണ പാത്രത്തിലാണ് അവിടെ യതികൾ ഭക്ഷണം കഴിക്കുന്നത്. യതികളും ബ്രാഹ്മണരും സ്നാതകന്മാരും മാത്രമല്ല, കുബ്ജന്മാരും വാമനന്മാരും, ഉയരം കുറഞ്ഞവർ കുള്ളന്മാർ, വാമനന്മാർ. കുബ്ജന്മാരെന്ന് വെച്ചാൽ കൂന് പിടിച്ച ആളുകൾ, അപശന്മാരായിട്ടുള്ള ദീനന്മാരായിട്ടുള്ള ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം ചെയ്തിട്ട് അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പാഞ്ചാലി ദേവി ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ പാഞ്ചാലി അതുവരെ പന്തി വിചാരിപ്പ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാം നോക്കി നടത്താനുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടേ പാഞ്ചാലി ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് അത് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഏവം ദൃഷ്ട്വാ നാഭിവിന്ദാമി ശർമ്മ സമീക്ഷമാണോപി കുരുപ്രവീര തേനാഹമേവം കൃശതാം ഗതശ്ച വിവർണതാം ജൈവ സശോകതാം ച. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാതെ എൻ്റെ ശരീരത്തിൻ്റെ നിറം മങ്ങിപ്പോയി. അതുപോലെ ഞാൻ എൻ്റെ ശരീരം മെലിഞ്ഞു പോയി. ഇതിന് കാരണം ഇതാണ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, മോനെ, ഇങ്ങനെയൊന്നും ജ്യേഷ്ഠനോട് ഇത്രയധികം അസൂയ പാടില്ല. അസൂയ, ഈ ദ്വേഷം വന്ന ആളുകൾ മൃതപ്രായരായതുപോലെ കഷ്ടതയെ അനുഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. മറ്റുള്ളവരുടെ ധനം അപഹരിക്കാൻ വേണ്ടി ആലോചിക്കരുത്. അനാര്യാചരിതം താത പരസ്വസ്പൃഹണം ഭൃശം സ്വസന്തുഷ്ട സ്വധർമ്മസ്ഥോ യസ്സവൈ സുഖമേധത്തെ. അനാര്യന്മാർ, തെറ്റായ കർമ്മങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് മറ്റുള്ളവൻ്റെ പരസ്വം അപഹരിക്കുക, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടിയുള്ള ചിന്ത. അവനവൻ്റെ സ്വത്തിൽ സന്തോഷിക്കുകയും തൃപ്തിപ്പെടുകയും സ്വന്തം ധർമ്മത്തെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സുഖമുണ്ടാകും. അതുപോലെ അവ്യാപാര പരാർത്ഥേഷു നിത്യോദ്യോഗ സ്വകർമ്മസു രക്ഷണം സംഭവത്താനാം ഏതത് വൈഭവലക്ഷണം. എന്താണ് ധനം? വൈഭവം എന്ന് വെച്ചാൽ പരദ്രവ്യത്തിന് ഊന്നായിക സ്വകർമ്മങ്ങളിൽ ഉദ്യമം നേടിക്കൊണ്ട് അത് രക്ഷിക്കുക, ഇത് വൈഭവലക്ഷണം. കുഞ്ഞുകൂടൻ തമ്പുരാൻ തർജ്ജമ ചെയ്തിരിക്കുന്നു മനോഹരമായിട്ട്. അപ്പോൾ മഹാഭാരതത്തിലുള്ള ഇങ്ങനെയുള്ള നല്ല സൂക്തികൾ, സുഭാഷിതങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്, ജീവിതോപയോഗികളാണ്. ദുര്യോധനനും ധൃതരാഷ്ട്രനും ഒക്കെ തന്നെ ഇവിടെ പലവിധം സുഭാഷിതങ്ങൾക്ക് അന്യോന്യം ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അവർ ആ സുഭാഷിതങ്ങൾ നല്ല കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്. അത് അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ വ്യാസൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സദുക്തികൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മറുപടിയായിട്ട് ദുര്യോധനൻ പറയുകയാണ്, യസ്യ നാസ്തി നിജാ പ്രജ്ഞ കേവലന്തു ബഹുശ്രുത ന സ ജാനാതി ശാസ്ത്രാർത്ഥം ദർവീ സൂപരസാനിവ. മനോഹരമായൊരു ദൃഷ്ടാന്തം പറയുന്നു. ആരാണോ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ധാരാളം പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നില്ല, ശാസ്ത്രജ്ഞാനം ഉണ്ടായി ശാസ്ത്ര പഠനം ചെയ്തിട്ടും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം സമൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവൻ നാനാവിധത്തിലുള്ള ഭക്ഷണപദാർത്ഥം, കറികളിൽ അത് ഇളക്കാൻ വേണ്ടിയിട്ടും കോരിയെടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന തവി പോലെ, ആ തവി ഒരിക്കലും ആ നാനാവിധത്തിലുള്ള കറികളുടെ സ്വാദ് അറിയുന്നില്ല. അതുപോലെ ആ തവി പോലെ ദർവി എന്ന് വെച്ചാൽ കയ്യിൽ, ഇവിടെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കയ്യിൽ എന്ന മലബാറിലെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയ്യിൽ കറിസ്വാദ് കണക്കിന്, ശാസ്ത്രാർത്ഥമറിയാ കയ്യിൽ കറിസ്വാദ് കണക്കിന് നസ ജാനാത് ശാസ്ത്രാർത്ഥം ദർവി സൂപരസാനിവ. ആ ആ ഭക്ഷണത്തിലിടുന്ന ആ തവി, ആ സ്പൂണ് ഒരിക്കലും ആ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നില്ല എന്നുള്ളതുപോലെ ശാസ്ത്രം പഠിച്ചിട്ടും അവനവന് ഒരു ലാഭം ഉണ്ടാക്കുന്ന, അവനവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിയില്ലെങ്കിൽ ആ അറിവ് വ്യർത്ഥമായി പോകും. അതുകൊണ്ട് ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗം അവലംബിക്കണം? പ്രച്ഛന്നോവാ പ്രകാശോവാ യോഗോ യോരിം പ്രഭാതത്തെ തദ്വൈ ശസ്ത്രം ശസ്ത്രവിധം ന ശസ്ത്രം ഛേദനം സ്മൃതം. അതിഗംഭീരമായിട്ടുള്ള ഒരു ഉക്തിയാണ് ദുര്യോധനൻ പറയുന്നത്.
ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രച്ഛന്നമായിട്ടോ പ്രകാശമായിട്ടോ ഉള്ള പ്രയോഗങ്ങളെ ചെയ്യണം. മറഞ്ഞു നിന്നുകൊണ്ട് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നേരിട്ടുള്ള യുദ്ധമാകാം. രണ്ട് തരം പ്രയോഗവും ചെയ്യുന്നതിനെയാണ് ശസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ശസ്ത്രം ഛേദനം സ്മൃതം, ശത്രുവിൻ്റെ ശരീരത്തെ ഛേദിക്കുന്നത് മാത്രമല്ല ആയുധ പ്രയോഗം എന്ന് പറയുന്നത്. ശസ്ത്രവിത്തുകൾ, ശസ്ത്രത്തെ അറിയുന്ന ആളുകൾ പറയുന്നത് അത് പ്രച്ഛന്നമായിട്ട് മറഞ്ഞിരുന്നു കൊണ്ടും ചെയ്യുന്നതും ഇത്തരം ഉപായങ്ങൾ, സൂത്രങ്ങൾ, ഗൂഢാലോചനകൾ ഒക്കെ തന്നെ ശത്രുവിനെ ദമനം ചെയ്യാനുള്ള ആയുധങ്ങളാണ് എന്ന് ശസ്ത്രജ്ഞാനമുള്ള ആളുകൾ പറയുന്നുണ്ട്. ശാസ്ത്രമാണ്. ഇതുതന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറെക്കുറെ ഉപയോഗിച്ചത്. പക്ഷേ ഭഗവാൻ ഉപയോഗിച്ചപ്പോൾ പാണ്ഡവന്മാർ ചെയ്തപ്പോൾ ദുര്യോധനൻ അതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്, പരിഭവം പറയുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ദ്വാവേദോ ഗ്രസതേ ഭൂമി സർപ്പോ വിലശയാനിവ രാജാനം ചാവിരോദ്ധാരം ബ്രാഹ്മണം ചാപ്രവാസിനം. അതും ഒരു മഹാഭാരതത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു യുക്തിയാണ്, ഒരു സൂക്തിയാണ്. രണ്ട് തരം ആളുകളെയാണ് ഈ ഭൂമി സർപ്പം എലിയെ എന്ന പോലെ വിഴുങ്ങിക്കളയുന്നത്. രണ്ട് തരം ആളുകളെ. ആരാണ് രണ്ട് തരം ആളുകൾ? തൻ്റെ ശത്രുക്കളെ നേരിടാത്ത രാജാവിനെയും ദേശാടനം ചെയ്ത് ജ്ഞാനം വർദ്ധിപ്പിക്കാത്ത ബ്രാഹ്മണനെയും ഈ ഭൂമി വിഴുങ്ങിക്കളയും. അത്തരം ക്ഷത്രിയനും ബ്രാഹ്മണനും ഭൂമിയിൽ നിലനിൽപ്പില്ല. രണ്ടും അവരുടെ ധർമ്മമാണ് എന്നർത്ഥം. അദ്രോഹ സമയം കൃത്വാ ചിച്ഛേദ നമുചേഹ ശിര ശക്രസാഭിമതാ തസ്യ രിപോ വൃത്തി സനാതനി. പണ്ട് ശക്രൻ, ഇന്ദ്രൻ തൻ്റെ ശത്രുവായ നമുജിയെ വധിച്ചതെങ്ങനെയാണ്? ഞാൻ നിന്നെ ദ്രോഹിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. രണ്ടുപേരും തമ്മിൽ സന്ധിയായിട്ട് അപ്രതീക്ഷിതമായിട്ട് നമുജിയെ ആക്രമിച്ചുകൊണ്ട് അവൻ്റെ ശിരസ് ഛേദിച്ച് കളയുകയായിരുന്നു ചെയ്തത്. ഇന്ദ്രന് അത് അഭിമതമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുവിൽ ഇത്തരം പ്രയോഗങ്ങൾ, ചതിപ്രയോഗങ്ങളൊക്കെ തന്നെ സനാതനമായ ധർമ്മമാണ്, സനാതനമായ പ്രവൃത്തിയാണ് എന്ന് വന്നുകൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധൃതരാഷ്ട്രയുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയാണ് ദുര്യോധനൻ. ഈ വാദങ്ങൾ പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനും പറയുന്നുണ്ട്. ചതിപ്രയോഗത്തിലൂടെ ആ ദുര്യോധനാദികളെ വീഴ്ത്തിയ ശേഷം ഭഗവാനും പറയുന്നുണ്ട്, ദേവന്മാരൊക്കെ യുദ്ധം ജയിച്ചത്, അസുരന്മാരെ ജയിച്ചത് ഉപായങ്ങളെ കൊണ്ടാണ്, ശൗര്യം കൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് ദുര്യോധനൻ ഇവിടെ തൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു. തനിക്ക് ആപത്ത് വരുമ്പോൾ അത് തിരിച്ച് അധർമ്മമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂടനീതി ദുര്യോധനൻ അവിടെ വെച്ച് പറയുന്നു. മനസ്സോടുകൂടി ധൃതരാഷ്ട്രരെല്ലാം സമ്മതിക്കുന്നു. വിതുരരെ ചൂതുകളിക്ക് വേണ്ടി യുധിഷ്ഠിരനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു. അവിടെ വിതുരരും അദ്ദേഹത്തിന് ഹിതം ഉപദേശിച്ചു കൊടുക്കുന്നു. അതൊന്നും അനുസരിക്കാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് തയ്യാറാകുന്നില്ല. ഒടുവിൽ വിതുരർ ഖണ്ഡവപ്രസ്ഥത്തിലേക്ക് യുധിഷ്ഠിരനെ ചൂതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് യാത്രയാവുകയാണ്.